और निर्गमन निर्गमन के पुस्तक 15 अध्याय उसके 8 आयत में इस प्रकार से लिखा हुआ है कि परमेश्वर जो है आमीन हमेशा हमेशा के लिए राज्य करता रहेगा। ദൈവം വാഴുന്നു എന്ന് ഭാരതം കാണുവാൻ പോകുകയാണ്. ദൈവം വാഴുന്നു എന്ന് ബംഗാൾ, നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലായിരിക്കുന്നോ, ഏത് ദേശത്തായിരിക്കുന്നോ, ഏത് രാജ്യത്തായിരിക്കുന്നോ, അവിടെ എല്ലാം കാണുവാൻ പോകുകയാണ്. തിരിച്ചറിയത്തക്കവണ്ണം യഹോവ വാഴുന്നു, ദൈവം വാഴുന്നു എന്ന് കാണത്തക്കവണ്ണം, കേൾക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന ഒരു സീസണായി പരിശുദ്ധാത്മാവ് സീസണെ തീർക്കുവാൻ പോകുന്നു. परमेश्वर सदा के लिए राज्य करता है, इसी के बारे में बंगाल या आप जो भी राज्य में हो उस राज्य में देखने के अवसर आ रहे हैं। और हम इन दिनों में उसी की घोषणा करेंगे कि हम जहां कहीं भी हैं उस स्थान में परमेश्वर यहोवा हमेशा हमेशा के लिए राज्य करता है। ഇന്ന് പ്രാർത്ഥനയിലായിരിക്കുന്ന ഓരോരുത്തരെയും നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളായിരിക്കുന്ന ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, എന്ത് സങ്കീർണമായ സാഹചര്യമായിക്കൊള്ളട്ടെ, ഇന്ന് പകൽ വിശ്വസിക്കുക. വിശ്വസിക്കുന്ന വചനങ്ങളെ നമുക്ക് ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യുക. യഹോവ വാഴുന്നു, യഹോവ വാഴുന്നു, യഹോവ വാഴുന്നു. आज आप कोई भी परिस्थिति में क्यों ना हो या आप कोई भी संघर्ष करने वाली स्थिति में क्यों ना हो, आज सवेरे के समय में हम मिलकर ये बात की घोषणा करने पाए कि मेरे जीवन की कोई भी आमीन मुश्किलों भरी परिस्थिति में भी परमेश्वर राज्य करता है, वो सदा के लिए मेरे जीवन में राज्य करेगा। ദൈവം എല്ലാ പീഡിയിലും എല്ലാ തലമുറയിലും ദൈവത്തിനുള്ള ഒരു കൂട്ടരെ ദൈവം സെപ്പറേറ്റ് ചെയ്യും. और परमेश्वर आमीन कई कौन सी भी पीढ़ी में क्यों ना हो, परमेश्वर के लिए अपने लोगों को कई जगहों में वो अलग कर कर रखता है। ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന ഓരോരുത്തരും ദൈവം ഈ തലമുറയിൽ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. मैं विश्वास करता हूं कि इस प्रार्थना सभा में बैठे हुए आप में से एक एक लोग इस पीढ़ी में परमेश्वर ने आपको विशेष नियुक्ति देकर यहाँ पर ले आया है, इसीलिए आप आज यहाँ पर उपस्थित हैं। ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുള്ളവനെ, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നവനെ ഹല്ലേലൂയ, ലോകത്തിന്റെ ഒരു സാഹചര്യത്തിനും തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. और जिसको परमेश्वर ने चुना है और जो परमेश्वर के चुनाव के बीच में रहता है, उसी को इस दुनिया की कोई भी परिस्थिति क्यों ना हो उसे हरा नहीं सकता है। നാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ സീസണിൽ വീണ്ടും നമ്മെ സഹായിക്കട്ടെ. और हमें प्रभु में और भरोसा करने के लिए, आसरा रखने के लिए पवित्र आत्मा इन दिनों में, इस समयों में हमें मदद करने पाए। പരിശുദ്ധാത്മാവ് നിയോഗം തന്ന ചില വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. पवित्र आत्मा ने मुझे अगुवाई देने वाले कुछ वचनों को हम मिलकर पढ़ेंगे। ഡാനിയേൽ പ്രവചന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല ബുദ്ധിയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. और 1:7 ഡാനിയേൽ ചാപ്റ്റർ 1 വേഴ്സസ് 17 दानियेल नबी की पुस्तक 1 अध्याय उसके 7 वचन में इस प्रकार 17. 17 वचन में इस प्रकार लिखा है कि परमेश्वर ने उन चारों जवानों को सब शास्त्रों और सब प्रकार की विद्याओं में बुद्धिमानी और प्रवीणता दी, और डैनियल सब प्रकार के दर्शन और स्वप्न के अर्थ का ज्ञानी हो गया। നോക്കിയേ, നമുക്കിവിടെ കാണുവാൻ കഴിയും 4 ബാലന്മാരിൽ ദൈവം എന്ത് ചെയ്തു? അസാധാരണമായ ജ്ഞാനവും, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന സ്പെഷ്യൽ എബിലിറ്റി, ദൈവം അവർക്ക് ദൈവത്തിന്റെ പദ്ധതിയെ പൂർത്തീകരിക്കുവാൻ വേണ്ടി ആ തലമുറയിൽ ദൈവിക ജ്ഞാനത്തെ ദൈവം പകർന്നു കൊടുത്തു, ദൈവത്തിന്റെ കൃപയെ ദൈവം പകർന്നു കൊടുത്തു, ദൈവത്തിന്റെ കഴിവിനെ, എബിലിറ്റി ദൈവം അവിടെ മേൽ കൊടുത്തു. और यहाँ पर हम देखते हैं आमीन इन 4 जवानों के जीवन में जो है परमेश्वर ने विशेष रीति से उन्हें बुद्धिमानी की आत्मा को प्रदान करता है, साथ साथ उनको प्रवीणता उनके अंदर देता है, हर एक प्रकार के कामों को करने के लिए निपुणता की आत्मा परमेश्वर उनके अंदर प्रदान करता है।
നമുക്ക് വളരെ അറിയാവുന്ന ഒരു ഭാഗമാണ്. നമുക്ക് കാണുവാൻ കഴിയും ഈ 4 ബാലകന്മാർ അവർ ജനിച്ചു വളർന്ന ദേശത്തല്ല. അവർ ഇപ്പോൾ ആയിരിക്കുന്ന ബാബിലോണിലാണ്. ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി ഇവരെ കൊണ്ടുവരുവാനിടയായി തീർന്നു. हम जानते हैं इन चारों जवान जो हैं ये अपने आमीन उस जन्म देश में नहीं रह रहे हैं, आमीन, परंतु यरूशलेम से उन्हें बाबुल में, जहां पर उन्हें बंधुआई के रूप में ले आया जाता है, उस स्थान में अब वो निवास कर रहे हैं। അവർ സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യനും ഇല്ലാത്ത ഒരു ദേശത്ത് ബാബിലോണിൽ ദൈവം അവരെ ആ സീസണിൽ നിയോഗിക്കുവാനിടയായി തീർന്നു. और वे परमेश्वर ने उनको बाबिलोन में, जहां पर सच्चे परमेश्वर की लोग आराधना नहीं करते हैं, ऐसे समयों में परमेश्वर ने उनको वहां नियुक्त कर रखा था। ഈ സമയത്ത് ചിലർ പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ ദേശത്ത് മറ്റാരുമില്ല, എൻ്റെ പട്ടണത്തിൽ മറ്റാരുമില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ, നിങ്ങളായിരിക്കുന്ന ദേശത്ത്, നിങ്ങളായിരിക്കുന്ന ഗ്രാമത്തിൽ, നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് ദൈവം ഈ സമയത്തിന് വേണ്ടി, സീസണിന് വേണ്ടി നിങ്ങളെ നിയോഗിച്ചാക്കിയിരിക്കുകയാണ്. और इस समय में आप में से कई लोग इस प्रकार से कहते होंगे कि मैं जिस स्थान में रहता हूं मैं अकेला हूं, यहाँ पर कोई विश्वासी नहीं है, कोई प्रार्थना नहीं है। लेकिन प्रभु का वचन से मैं आपको ये बताना चाहता हूं कि आप जहां पर भी हैं, परमेश्वर ने आपको हवा में नियुक्त कर रखा है कि प्रभु का कार्य को आपके जीवन में प्रभु को करके दिखाए। ദൈവം നിയോഗിച്ചവനെ ദൈവത്താൽ, ദൈവത്തിന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ എബിലിറ്റിയാൽ ദൈവം ഈ സീസണിൽ നിറയ്ക്കുന്ന സമയമാണ്. और जिसको परमेश्वर ने नियुक्त किया है उसको परमेश्वर अपनी बुद्धि से, अपने सामर्थ्य से और अपनी निपुणता से भरने वाला एक समय है ये समय। ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ നിങ്ങൾ കരങ്ങൾ ഉയർത്തി ഒന്ന് പറയാവോ, ഇതൊരു നിറവിന്റെ സീസണാണ്. ഹല്ലേലൂയ. आप सुबह के समय जो विश्वास करते हैं अपने हाथों को उठाकर ये कहने पाए कि इन दिनों में एक भरने का समय प्रभु ने हमारे लिए ठहराया है। ദൈവം വാഴുന്നു എന്ന് തെളിയിക്കത്തക്കവണ്ണം ദൈവം തന്റെ ജനത്തെ, ദൈവം നിയോഗിച്ചവരെ, ദൈവം തിരഞ്ഞെടുത്തവരെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്ന 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 ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ ജ്ഞാനത്താൽ, ദൈവത്തിന്റെ സ്പെഷ്യൽ എബിലിറ്റിയാൽ, ദൈവത്തിന്റെ കൃപകളാൽ, ദൈവത്തിന്റെ കൃപാ വരങ്ങളാൽ ദൈവം തന്റെ ജനത്തെ നിറയ്ക്കുന്ന ഒരു സീസണാക്കി പരിശുദ്ധാത്മാവ് സീസണെ തീർക്കും. इन दिनों में जो परमेश्वर राज्य करता है कर ये बात की घोषणा करते हैं और जो परमेश्वर पर निर्भर रहते हैं, जिनको परमेश्वर ने चुनकर अलग किया है, उनको परमेश्वर विशेष अपने सामर्थ्य से, अपनी बुद्धिमानी से और अपने कार्यशीलता से परमेश्वर उनको भरता है और भर कर प्रभु के कार्यों को उनके जीवन में प्रकट करने के लिए प्रभु उनको मदद करने वाला एक समय है। ये प्रभु की आत्मा हमें याद दिलाता है। ഒരു കാര്യം നാം ഓർക്കേണ്ടത് ഇപ്രകാരമാണ്. ഡാനിയലിനെ കുറിച്ച്, ഈ 3 ബാലകന്മാരെ, കൂട്ടുകാരെ കുറിച്ച് നാം കാണുമ്പോൾ മറ്റു പലരും കാണും ഗുലാമിയിൽ തടവുകാരായി വന്നവർ. പക്ഷേ ഈ 4 പേർ ദൈവത്തിനു വേണ്ടി, ദൈവിക നിയോഗത്തിനു വേണ്ടി അവരുടെ തലമുറയിൽ നിൽക്കുവാനിടയായി തീർന്നു. एक बात को हमें ध्यान देने लायक एक बात है कि दानियल के और उसके साथियों के साथ और भी कई एक जवान वहां पर उस समय में, गुलामी के समय में बाबुल में गए होंगे, लेकिन उनके बीच में परमेश्वर ने इन चारों को प्रभु के कार्यों को प्रकट करने के लिए, परमेश्वर का सामर्थ्य को दिखाने के लिए नियुक्त कर अलग कर रखे हुए थे। ദൈവത്തിന്റെ നിയോഗമുള്ളവർ ദൈവത്തിന് വേണ്ടി എക്സ്ട്രാ മൈൽ പോകുവാൻ നാം തയ്യാറാകണം. और प्रभु के उस अगुवाई को पाए हुए लोग परमेश्वर के लिए 2 कदम आगे चलने के लिए वो तैयार होना है। ഞാൻ വിശ്വസിക്കുന്ന ഇവിടെ ആയിരിക്കുന്നവർ ദൈവത്തിന് വേണ്ടി ഒരു എക്സ്ട്രാ മൈൽ പോകാൻ തയ്യാറുള്ളവരാണ്. കാര്യം ഈ മോർണിംഗ് ടൈമിൽ നിങ്ങൾ ആരാംസെ, നിങ്ങൾക്ക് ഉറങ്ങുന്ന സമയമാണ്. പലർക്കും ഇപ്പം നേരം വെളുത്ത് വരുന്നു. പക്ഷേ ഈ സമയം ദൈവത്തിന് വേണ്ടി, ദൈവ നിയോഗങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾ നിയോഗിച്ചു എന്ന് തിരിച്ചറിയുന്നവർ, ഞാൻ പറയട്ടെ, നാം എക്സ്ട്രാ മൈൽ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവം നമ്മെ ദൈവിക ജ്ഞാനത്താൽ, ദൈവത്തിന്റെ കൃപകളാൽ, ദൈവത്തിന്റെ എബിലിറ്റിയാൽ പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കും.
प्रेज द लॉर्ड। मैं ये बात को विश्वास करता हूं कि आप जो परमेश्वर की उपस्थिति में इस सवेरे के समय उठकर आए हुए हैं, चाहे तो आप अच्छे से आमीन नींद में सो सकते थे, परंतु आमीन आप प्रभु के लिए आमीन एक आगे कदमों को रखने के लिए आमीन आप अपने आप को समर्पित किए हुए हैं, तैयार किए हुए हैं। और आमीन आपको प्रभु अपने सामर्थ्य के साथ, अपनी अगुवाई के साथ आने वाले दिनों में और भरेगा, ये प्रभु का वचन हमें याद दिलाता है। ദൈവം ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുള്ള നാം പ്രാർത്ഥനയിൽ നമ്മുടെ സാഹചര്യങ്ങളെ നാം വാഴുന്നവരായിരിക്കണം. പ്രാർത്ഥനയിൽ നാം പ്രതിസന്ധികളുടെ മേൽ വാഴുന്നവരായിരിക്കണം. പ്രാർത്ഥനയിൽ നാം ദേശങ്ങളുടെ മേൽ वाഴുന്നവരായിരിക്കണം. और प्रभु चाहता है कि प्रार्थना में समय बिताने वाले हम लोग जो हैं, वो प्रार्थना में हमारी परिस्थितियों के ऊपर हमें राज्य करने वाला होना है। प्रार्थना में हमारे हर एक स्थिति के ऊपर हमें राज्य करने का एक सामर्थ्य हमारे जीवन में हमें रखना है। ഈ സീസണിൽ നാം നോക്കുവാൻ നമുക്ക് കാണുവാൻ കഴിയും, പലരും പരാജയപ്പെടുമ്പോൾ, പലരും തകർന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടർ എവിടെയുണ്ടോ, നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന ഒരു കൂട്ടർ എവിടെയുണ്ടോ, അവരാരും പരാജയപ്പെടാതെ അവർ ജയത്തിൽ നിന്ന് ജയത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പരിശുദ്ധാത്മാവ് അവരെ കൊണ്ടുപോകുന്ന ഒരു സീസണായി ദൈവം ഈ സീസണെ മാറ്റും. इन दिनों में हम जब देख हैं कि कई एक लोग जो है प्रार्थना करने वाले भी क्यों ना हो, कई जगह पर जब पराजित होते हुए देखते हैं, परंतु आप जो प्रभु के द्वारा चुने हुए हैं, नियुक्त किए हुए हैं, वो जय में जय पाते हुए अपने परिस्थितियों के ऊपर आमीन राज्य करते हुए, अपने स्थितियों के ऊपर आमीन प्रभुता करते हुए आगे बढ़ने के लिए पवित्र आत्मा उनको मदद करता है। ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീം ഇതാണ്, ദൈവം യഹോവ വാഴുന്നു എന്നൊരു തീമാണ്. और डैनियल की इस पुस्तक में देखे जाने वाला सबसे बड़ा मुख्य विषय यह है कि परमेश्वर राज्य करता है। ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം തിരഞ്ഞെടുത്തവർ പ്രാർത്ഥനയുടെ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക്, പ്രാർത്ഥനയുടെ ഒരു മഹോളിലേക്ക് നാം കയറുമ്പോൾ ആ ദൈവത്തിന്റെ രാജ്യത്വം നമ്മിലൂടെ, വിശ്വസിക്കുന്ന നമ്മിലൂടെ ദൈവം അത് വെളിപ്പെടുത്തുവാനിടയായി തീരും. तो परमेश्वर ये चाहता है कि प्रभु ने जिसके जीवन में इच्छा करता है और प्रभु जिसको नियुक्त करता है, वो प्रार्थना के एक माहौल से होकर जब गुजरते हैं, तो परमेश्वर अपने कार्यों को हमारे जीवन से प्रकट करने में प्रभु मदद करेगा। നമുക്ക് പരിചയമുള്ള ഭാഗങ്ങളാണ്, ഇതിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകട്ടെ. ഡാനിയേലും അവന്റെ 3 ബന്ധുക്കളും അവർ ദൈവത്തിന് വേണ്ടി ഡിറ്റർമൈൻ ചെയ്തു, ദൈവത്തിന് വേണ്ടി അവരെ തന്നെ ഡിവോട്ട് ചെയ്തു, ദൈവത്തിന്റെ കരങ്ങളിൽ അവരെ സമർപ്പിക്കുവാനിടയായി തീർന്നു. और हम ये बात को ज्यादातर परिचित वचने हैं, इसलिए मैं जल्दी से बोलकर आगे बढ़ना चाहूंगा कि डैनियल और उसके 3 साथियों ने अपने आप को परमेश्वर के लिए समर्पित कर कर रखे, और अपने आप को, अपने जीवन को परमेश्वर के लिए उन्होंने पूर्ण रीति से सौंप कर प्रभु के कार्यों को अपने जीवन से दिखने के लिए उन्होंने अपने आप को समर्पण किया। സാഹചര്യങ്ങൾ പ്രതികൂലമായപ്പോഴും അതുമായി കോംപ്രമൈസ് ചെയ്യുവാൻ അവർ തയ്യാറായില്ല. അവർ അവരുടെ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ ദൈവത്തിന് വേണ്ടി അവരെ തന്നെ സെപ്പറേറ്റ് ചെയ്യുവാനിടയായി തീർന്നു. और जब परिस्थिति उनके विपरीत चले गए, तो उस परिस्थिति के अनुसार अपने जीवन में समझौता करने के लिए वे तैयार नहीं हुए, परंतु अपने आप को परमेश्वर के साथ आमीन वफादारी के साथ रखते हुए अपने जीवन को दूसरों के साथ एक अलगाव के अनुभव में वे ले चलने लगे। അവരുടെ ജീവിതത്തിൽ നാം വളരെ ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, അവരുടെ സ്ട്രെങ്ത് അവരുടെ പണമല്ലായിരുന്നു, അവരുടെ സാഹചര്യമല്ലായിരുന്നു, അവരുടെ ജോലി അല്ലായിരുന്നു. അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അവർക്ക് ദൈവത്തിലുള്ള അവരുടെ വലിയ ആശ്രയമായിരുന്നു അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. और उनके जीवन में हम देखते हैं, उनके जीवन में जो उनकी आग्रह था, उनका जो इच्छा था, वो जो उनका आमीन जो सामर्थ्य था, वो आमीन पैसा नहीं था, और उनके आमीन कोई भी प्रकार के नौकरी के ऊपर नहीं था, या कोई भी प्रकार के लोगों के संबंधित बातों में नहीं था, परंतु वो उनका आमीन जो सामर्थ है वो परमेश्वर पे ऊपर पूर्ण रीति से निर्भर था। ദാനിയേലിന്റെ പുസ്തകം 6:10 നമുക്ക് അതാണ് കാണുവാൻ കഴിയുന്നത്. ദാനിയേൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മുൻപാകെ 3 നേരം പ്രാർത്ഥനയ്ക്കായി ദൈവ മുൻപാകെ മുട്ടുമടക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ദാനിയേലിനെ നമുക്ക് കാണുവാൻ കഴിയും.
डैनियल के बारे में हम जब देखते हैं तो डैनियल जो है परमेश्वर की उपस्थिति में दिन में 3 बार प्रभु की उपस्थिति में वो घुटने टेक कर प्रार्थना करने वाला, समर्पण के साथ प्रभु के साथ समय बिताने वाला एक व्यक्ति के रूप में उसे हम देखते हैं। ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രയർ ലൈഫ്, ഹല്ലേലൂയ, പ്രാർത്ഥനയിൽ വർദ്ധിച്ചു വരുന്ന ഒരു ജീവിതത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. डैनियल के जीवन में हम देखेंगे तो एक निरंतरता में प्रार्थना में बढ़ते आने वाला एक अनुभव को वहां पर उसके जीवन में देख सकते हैं। പരിശുദ്ധാത്മാവ് ഈ പകലും നമ്മെ വിളിക്കുന്നത് അപ്രകാരമാണ്. അൺഷേക്കബിൾ ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന ലൈഫിൽ നാം നിൽക്കുവാൻ, നാം കയറുവാൻ തയ്യാറാണെങ്കിൽ നാം ജയാളികളായി യേശുവിനോട് കൂടെ വാഴുന്ന ഒരു സീസണാക്കി പരിശുദ്ധാത്മാവ് സീസണെ മാറ്റും. और प्रभु की आत्मा भी हमें यह बात को याद दिलाता है कि हम आमीन कोई ना हिला पाने वाले ऐसे एक प्रार्थना जीवन में यदि हम प्रवेश करने के लिए तैयार होते हैं तो पवित्र आत्मा हमें हमारे जीवन के हर एक परिस्थितियों में विजय की ओर ले जाने के लिए प्रभु की आत्मा हमें मदद और सहायता करेगा। ഡാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കാണുന്നു, ഡാനിയേലിന്റെ 3 കൂട്ടുകാരെ അഗ്നിയിലേക്ക് വലിച്ചെറിയുവാനിടയായി തീർന്നു. डैनियल के तीसरे अध्याय में हमें देखते हैं कि डैनियल के तीनों साथियों को जो है आमीन आग के अंदर उठाकर फेंक देने वाले अनुभव को वहां पर पढ़ेंगे। പക്ഷെ നാം ഇന്ന് അത് പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നാം അതിൽ നിന്ന് എന്താ കാണുവാൻ കഴിയും? അവർക്ക് എന്താണ് നഷ്ടമായത്? और वहां हम उन अध्यायों को जब पढ़ते हैं उनमें ये बात को हम पढ़ पाएंगे कि उनमें से उनको क्या हमें नुकसान हुआ है। ദൈവത്തിന് വേണ്ടി നിന്നവർ, ദൈവം നിയോഗിച്ചവരുടെ ലൈഫിൽ ഒന്നും നഷ്ടമായില്ല, അവർക്കെല്ലാം ലാഭമായി ദൈവം തീർത്തു. जिन्होंने प्रभु के लिए खड़े रहे, जिनको प्रभु ने नियुक्त करके रखा है, उनके जीवन में उन्हें नष्ट होने के लिए कुछ भी नहीं रहा। जो भी उन्होंने अपने जीवन में सामना किया वो सब उनके लिए लाभ के रूप में परमेश्वर ने बदल कर दिया है। 3-ാം അധ്യായം അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രകാരമാണ്. യഹോവ തീന്മേലും ഹല്ലേലൂയ വാഴുന്നു എന്ന് ദൈവം, ഹല്ലേലൂയ, എല്ലാ ബാബിലോണും കാണത്തക്കവണ്ണം ദൈവത്തിന്റെ മഹത്വത്തെ ദൈവം ഈ 3 ബാലകരിലൂടെ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. तीसरे अध्याय के आखिरी भाग में हम ये बात को पढ़ पाते हैं कि यहोवा जो है आग के ऊपर भी प्रभुता करता है कर कर इन तीनों बालकों के जीवनों से परमेश्वर ने पूरे बाबुल देश में ये बात को साबित कर दिखाया। ഇന്നും കർത്താവ് ആഗ്രഹിക്കുന്നതാണ്, നാം ആയിരിക്കുന്ന സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, അതിന്മധ്യേ ദൈവം വാഴുന്നു എന്ന് എന്നിലൂടെ, നിങ്ങളിലൂടെ ദൈവം അത് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾക്ക് നഷ്ടമല്ല. നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ദൈവം അത് ലാഭമാക്കി, ദൈവത്തിന്റെ മഹത്വത്തിന് കാരണമാക്കി പരിശുദ്ധാത്മാവ് തീർക്കും. आज सुबह भी प्रभु की आत्मा हमसे यह आग्रह रखता है कि आप जो भी परिस्थिति से होकर गुजरते हैं वो आपके लिए नुकसानदायक होने के लिए नहीं है, परंतु आपको उसी के द्वारा आपके जीवन में आमीन लाभ के रूप में बदल देने के लिए प्रभु की आत्मा हमारे जीवन में हर समय हमारी मदद करता रहेगा। 3-ന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്ന പ്രകാരമാണ്, ബാബിലോണിൽ എല്ലാവരും അറിഞ്ഞു, ഹല്ലേലൂയ, തീടുമേൽ വാഴുന്ന ഒരു ദൈവമുണ്ട്, അഗ്നിയിൽ ഇറങ്ങുന്ന ഒരു ദൈവമുണ്ട്. और 3 के आखिरी भागों में हम ये बात को पढ़ते हैं कि बाबुल देश में सब लोग ये बात को जान गया कि आमीन आग के ऊपर प्रभुता करने वाला एक परमेश्वर है, आग के मध्य में उतर आने वाला एक परमेश्वर स्वर्ग में है। വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രകാരമാണ്, ഈ 3 ബാലകരെ രാജാവ് എന്ത് ചെയ്തറിയാം? അവരെ പ്രൊമോട്ട് ചെയ്തു, അവരടുത്ത ലെവലിലേക്ക്, ഹല്ലേലൂയ, ആ രാജാവ് അവരെ പ്രൊമോഷൻ നൽകുവാനിടയായി തീർന്നു. और आगे की आयतों में ये बात को हम पढ़ते हैं कि इन तीनों बालकों को जो है राजा जो है अगले स्तर की ओर उनको आमीन जो है ऊंचा उठाता है, उनको अगले स्तर में पहुंचा देता है। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം വാഴുമ്പോൾ, ദൈവത്തെ നാം അനുവദിക്കുമ്പോൾ, പ്രാർത്ഥനയുടെ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി നാം ഏൽപ്പിക്കുമ്പോൾ, നമ്മുടെ മുൻപാകെ വരുന്ന സകല സാഹചര്യങ്ങളെയും ദൈവം നമുക്കൊരു ജയമാക്കി തീർക്കും.
इसलिए मैंने आपसे कहा कि जब परमेश्वर राज्य करता है और प्रार्थना के एक अगले स्तर में जब हम प्रवेश करते हैं, तो हम अपने जीवन में सामना करने वाले हरेक परिस्थितियों को हमारे ऊपर परमेश्वर हमारे जीवन में वो लाभ के रूप में प्रभु उसको बदल देगा। ദൈവം അതിനു വേണ്ട ജ്ഞാനത്തെ, ദൈവം അതിനു വേണ്ട കൃപയെ, ദൈവം അതിനു വേണ്ട എബിലിറ്റിയെ ഈ സീസണിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പരിശുദ്ധാത്മാവ് പകർന്നു തരുന്ന ഒരു സമയമാണ്. और प्रभु उसी के लिए जो भी जरूरत बुद्धिमानी की आत्मा, प्रवीणता की आत्मा और काबिलियत को प्रभु आपके जीवन में प्रदान करते हुए प्रार्थना करने वाले आप लोगों को आने वाले दिनों में प्रोत्साहन के साथ बढ़ाने का एक समय है ये समय। ദാനിയേലിന്റെ 6-ാം അധ്യായത്തിൽ നാം കാണുന്ന പ്രകാരമാണ് പ്രാർത്ഥിക്കുന്ന ഡാനിയേലും സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോകേണ്ടതായ സാഹചര്യം വന്നു. और डैनियल के 6ठे अध्याय में जब हम पहुंचते हैं, प्रार्थना करने वाला डैनियल को सिंह के मांद में जाने का एक समय आया था। പക്ഷെ അവൻ ഭയത്തോടെയല്ല പോയത്. ഹല്ലേലൂയ. परंतु वो जो है भय के साथ वहां पर नहीं गए। എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഡാനിയേലിന് വളരെ ഉറപ്പായിരുന്നു, അവന്റെ ഭാവി രാജാവിന്റെ കയ്യിലല്ല, അവന്റെ ഭാവി ജീവിക്കുന്ന ദൈവത്തിന്റെ കരത്തിലാണ്. സിംഹത്തിന്റെ ഗുഹയിലും വാഴുന്നൊരു ദൈവം എന്നോട് കൂടെയുണ്ടെന്ന ഉറച്ച ബോധ്യം ഡാനിയേലിനുണ്ടായിരുന്നു. कारण यह था क्योंकि प्रार्थना करने वाला डैनियल ये बात को अच्छे रीति से जानता था कि मेरा जो भविष्य है वो राजा के हाथ में नहीं है, मेरा भविष्य मेरा स्वर्गीय परमेश्वर के हाथ में सुरक्षित है। और ये अच्छे बोध के साथ डैनियल जो है प्रभु के उपस्थिति में खड़े रहते थे। അതുകൊണ്ട് ഡാനിയേലിന്റെ 6:10 ഡാനിയേൽ പ്രാർത്ഥിച്ചു, 3 നേരം പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന പ്രകാരമാണ്, അവൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു, ദൈവത്തിന് മഹത്വം കൊടുത്തു. എന്തിനാ ദൈവത്തിന് മഹത്വം കൊടുത്തേ? അവൻ അറിഞ്ഞു ഈ സാഹചര്യത്തിൽ ദൈവം വാഴുന്നു എന്ന് അവൻ കണ്ട്, ആത്മാവിൽ കണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീർന്നു. इसलिए 6ठे अध्याय उसके 10 आयतों से आप पढ़ोगे तो वहां पर हम देखते हैं कि परिस्थितियां बिगड़ने के समय में भी डैनियल जो है परमेश्वर का धन्यवाद करते रहा। कारण क्या है कि इस प्रकार से धन्यवाद कर रहा था? क्योंकि वो ये बात को जानता था कि परमेश्वर हर एक परिस्थितियों के ऊपर राज्य करता है। प्रभु अपना प्रभुता को हर परिस्थिति में व्यक्त कराता है। ഒരു കാര്യം മാത്രം ഞാൻ അവിടെ നിന്ന് ഹൈലൈറ്റ് ചെയ്യട്ടെ. താൻ ദിവസം ചെയ്യുന്നത് പോലെ 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. और एक बात मैं वहां पर आपको विशेष रूप से आपको बताना चाहूंगा कि वहां पे बताया जाता है कि जैसे वो हमें प्रतिदिन करते आते थे रीति के अनुसार, दिन में 3 बार अपने परमेश्वर के सामने घुटने टेक कर प्रार्थना और धन्यवाद करता रहा। ഇതാണ് ദൈവം തെരഞ്ഞെടുത്ത നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രെയർ ലൈഫ്, അൺഷേക്കബിൾ ആയിട്ടുള്ള ഒരു പ്രെയർ ലൈഫ്. यही प्रभु ने नियुक्त किया हुआ हम लोगों के जीवन से परमेश्वर ये चाहता है कि हमारे जीवन में एक निरंतर प्रार्थना का एक अनुभव रहना है और बिना डगमगाने वाला एक प्रार्थना जीवन हमें हमेशा अपने जीवन में ले चलना है। പ്രാർത്ഥിക്കുന്ന ഡാനിയേൽ ഈ സാഹചര്യങ്ങളിലൂടെ എല്ലാം പോകേണ്ടി വന്നെങ്കിലും അതിന്റെ അവസാനം നാം കാണുന്നത് എന്താണ്? प्रार्थना करने वाला डैनियल के जीवन में इन सारे परिस्थितियों के ऊपर से उसको होकर जाना पड़ा, परंतु उसके अंत में हम क्या देखते हैं? സിംഹത്തിന്റെ ഗുഹയിൽ ഇറങ്ങുന്ന ദൈവത്തിന്റെ ദൂതന്മാരുണ്ടെന്ന ദൈവത്തിന്റെ മഹത്വത്തെ എല്ലാ ബാബിലോണും കാണുവാനിടയായി തീർന്നു. और सिंह के मांद में भी उतरने वाला परमेश्वर का स्वर्गदूत है। और सारे बाबुल ये बात को जान गया कि उसके अंदर भी परमेश्वर अपना नियंत्रण को रखता है। ദാരിവേസ് രാജാവ് ഒരു ഡിക്ലറേഷൻ കൊടുക്കുവാനിടയായി തീർന്നു. ജീവിക്കുന്ന ദാനിയേലിന്റെ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഡിക്ലറേഷൻ അവൻ കൊടുക്കുവാനിടയായി തീർന്നു. और दारा राजा ने इस प्रकार की घोषणा उस पूरे बाबुल क्षेत्र में किया कि डैनियल जिस परमेश्वर का आमीन सेवा करता है वही जीवित परमेश्वर है और सारे देश उसी की आराधना और आमीन महिमा को करे। ഡാനിയേലിന് തന്റെ സാക്ഷ്യം പറയേണ്ട ആവശ്യം വന്നില്ല. രാജാവ് ഡാനിയേലിന് വേണ്ടി ദൈവം മുൻപാകെ സാക്ഷ്യം പറയുന്നു. അതിന്റെ 26-27 വായിക്കുന്ന പ്രകാരമാണ്, അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു, അവൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു, അവൻ ദാനിയേലിനെ സിംഹത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു.
और वहां पर डैनियल को अपने जीवन में ये बात की गवाही देने की आवश्यकता नहीं पड़ी, क्योंकि राजा स्वयं डैनियल के विषय में, डैनियल के परमेश्वर के बारे में ये बात को गवाही देता है। इसके 6 का 26 और 27 वचनों में ये बात को पढ़ते हैं कि यहोवा जीविता और युगान युग तक रहने वाला परमेश्वर है, और वही आमीन प्रभुता सदा उसका स्थिर रहेगा। അതിന്റെ 26 രണ്ടാം ഭാഗത്തിൽ രാജാവ് ഇപ്രകാരം ഡിക്ലെയർ ചെയ്യുന്നു, അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. और उसके 26वें आयत के आमीन उसके दूसरे भाग में इस प्रकार से कहता है, क्योंकि जीवता और युगान युग तक रहने वाला परमेश्वर वही है, उसका राज्य अविनाशी और उसकी प्रभुता सदा स्थिर रहेगी। ഡാനിയലിന് ലഭിച്ച അവന് ലഭിച്ച അതിന്റെ ഔട്ട്കം, ഫൈനൽ ഔട്ട്കം നാം നോക്കുമ്പോൾ ഇതാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ദേശം മൊത്തം രാജാവ് ദൈവത്തെ ഉയർത്തുവാനിടയായി തീർന്നു. ദേശം മൊത്തം ആ ദൈവ മഹത്വത്തെ കാണുവാനിടയായി തീർന്നു. അതുകൊണ്ട് തീർന്നില്ല. ദൈവം ഇവിടെ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നു, ഡാനിയേലിനെ വീണ്ടും രാജാവ് പ്രൊമോഷൻ കൊടുക്കുവാനിടയായി തീർന്നു. डैनियल अपने जीवन से परमेश्वर के विषय में आमीन या प्रभु के कार्यों के विषय में ये बात का आमीन एक आमीन परिणाम को देखता है कि डैनियल में जीवन में जो भी आया हुआ परिस्थिति के कारण पूरे देश जो है परमेश्वर के बारे में जान जाता है, प्रभु के प्रभुता के विषय में वे समझ जाते हैं। और उधर ही आमीन डैनियल के जीवन में देखते हैं कि उसके जीवन में भी एक उन्नति की आमीन एक परिस्थिति को प्रभु उसके जीवन में ले आता है। ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ജീവിതത്തിലെ ചില സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ചിലർ ഇന്ന് പകൽ എൻ്റെ ശബ്ദത്തെ കേൾക്കുന്നു. പക്ഷെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ. ഒരുപക്ഷെ ഡാനിയേൽ എന്തുകൊണ്ട് ഈ സാഹചര്യത്തിലൂടെ കടന്നു എന്ന് പോയാൽ നമുക്കതിന് ഉത്തരമില്ല. പക്ഷെ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട്. അത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയായിരുന്നു. ദൈവത്തിന്റെ വലിയ മഹത്വം അവനിലൂടെ ദേശം കാണുവാൻ, ദൈവം അവനെ ഉയർത്തുവാൻ വേണ്ടിയായിരുന്നു എന്ന് ഇന്ന് പകൽ നിങ്ങളും തിരിച്ചറിയത്തക്കവണ്ണം ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങളുടെ മേൽ വാഴുവാൻ ആഗ്രഹിക്കുന്നു. और आमीन आज सवेरे के समय आपके बीच में भी कई लोग आमीन ऐसे प्रकार की परिस्थितियों में जो संघर्ष करते हैं, उनके बीच में मैं यह बात को प्रभु की आत्मा में ये बात को कहना चाहता हूं कि डैनियल अपने जीवन में किस कारण से ऐसे अनुभवों में से होकर गया। यदि यह सवाल पूछे तो हम उसके जवाब शायद नहीं दे पाएंगे, लेकिन डैनियल के जीवन से ऐसे क्यों हुआ, ऐसे यदि हम पूछ रहे हैं तो ये बात का जवाब वचन में बताया जाता है कि परमेश्वर का महिमा उसके जीवन से प्रकट करने के लिए प्रभु कौन है करके उसके जीवन से दूसरों को बताने के लिए प्रभु ने ऐसे कार्यों को उसके जीवन से करवाया। നിങ്ങൾ ഇന്ന് പകൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ, പരീക്ഷകളെ വലിയ ജയമാക്കി പരിശുദ്ധാത്മാവ് തീർക്കുവാൻ പോകുകയാണ്. और आज प्रभु के लोगों, आप जो भी परिस्थितियों से और जो भी संघर्ष से, जो भी परीक्षा के अनुभव से आप अपने जीवन में से होकर जा रहे हैं, पवित्र आत्मा उन्हें इन दिनों में बड़े जय के रूप में आपके जीवन में वो बदलने जा रहा है। ഇന്ന് പകൽ നാം പ്രാർത്ഥനയിൽ നാം സ്റ്റേബിളായി എഴുന്നേൽക്കുവാൻ തയ്യാറായാൽ സാഹചര്യങ്ങളുടെ മേൽ നിങ്ങൾ വാഴുന്ന ഒരു സീസണാക്കി പരിശുദ്ധാത്മാവ് സീസണെ മാറ്റുവാൻ പോകുകയാണ്. और इन दिनों में प्रार्थना में यदि एक निरंतरता के अनुभव में अब आप चलने के लिए तैयार होते हैं, तो पवित्र आत्मा आने वाले दिनों में आमीन परमेश्वर राज्य करता है, इसके बारे में आपके जीवन से घोषणा करने का एक समय निकट आ रहा है। ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് മറ്റൊരു സത്യം നമുക്ക് കാണുവാൻ കഴിയുന്ന ഇപ്രകാരമാണ്, 4 രാജാക്കന്മാർ മാറി മാറി ദാനിയേലിന്റെ സമയത്ത് ആ ദേശത്തെ ബാബിലോണിനെ ഭരിച്ചു. दानियल के पुस्तक में एक और आमीन बात को हम देख पाते हैं कि डैनियल के उस समयों में 4 राजाओं ने उसी राज्य को अलग अलग रूप में शासन करने का एक समय वहां पर रहा। നെബൂഖദ്നേസർ ഭരിച്ചു, ബെൽഷസ്സർ, हुआ, ഡാരിയസ് और സൈറസ്, 4 രാജാക്കന്മാർ മാറി മാറി ആ സമയത്തെ കാലഘട്ടത്തിൽ ആ ദേശത്തെ ഭരിച്ചു. नेबुकदनेसर के बाद बेलशस्सर, बेलशस्सर के बाद दारा राजा, दारा राजा के बाद खुसरू राजा, ये चारों राजा समय समय पर वहां पर शासनों को किए थे। നാം ഇന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയാത്ത സാഹചര്യത്തിലൂടെ, പ്രതികൂലത്തിലൂടെ അവർക്ക് കടന്നു പോകുവാനിടയായി തീർന്നു.
और हम आज कल्पना भी नहीं कर सकते ऐसे कई प्रतिकूल अवस्थाओं से होकर जाने का एक समय उनके जीवन में रहा था। പക്ഷെ ദൈവം അനുവദിച്ച സീസൺ കഴിഞ്ഞപ്പോൾ ഓരോ രാജാക്കന്മാരെയും ദൈവം അവരുടെ പൊസിഷനിൽ നിന്ന് മാറ്റുവാനിടയായി തീർന്നു. പക്ഷെ രാജാവ് ഹാലിലെ ഡാനിയേല് അവിടെ വാഴുവാനിടയായി തീർന്നു. परंतु परमेश्वर जिस कार्य के लिए उन राजाओं को रखे थे, उनका समय जब समाप्त हुआ तो प्रभु उनको वहां से हटा दिए, परंतु डैनियल जो है वहां पर राज्य करने के लिए हमेशा के लिए प्रभु ने उनको मदद किया। ദൈവം അനുവദിച്ച സമയം കഴിയുമ്പോൾ അധികാരം, അധികാരികൾ, സാഹചര്യങ്ങൾ, പരീക്ഷകൾ, പ്രശ്നങ്ങൾ വഴിമാറും. और प्रभु ने जो समय हमें नियुक्त किया है, वो समय जब समाप्त होते हैं तो आमीन हमारे बीच में भी जो अधिकारी हैं, जो शासन करने वाले हैं, वो अपने रास्ता छोड़कर चले जाएंगे। പക്ഷെ നാം നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നാം സജീവമാണെങ്കിൽ, ദൈവത്തിന്റെ നിയോഗത്തിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ, ഹാലലൂയ, നാം ഷെയ്ക്കാകാതെ അടുത്ത മഹത്വത്തിലേക്ക്, അടുത്ത അസൈൻമെന്റിലേക്ക് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ. പരിശുദ്ധാത്മാവ് അടുത്ത അസൈൻമെന്റുകൾ ഈ സീസണിൽ നമ്മുടെ മേൽ കൈമാറുവാൻ ആഗ്രഹിക്കുക. तो यदि हम अपने प्रार्थना के कमरे में निरंतरता के अनुभव में प्रार्थना करने के लिए यदि हम तैयार होते हैं, तो परमेश्वर की आत्मा नए नए नियुक्तियों को, नए नए कार्यों को हमारे जीवन में सौंपने के लिए इन दिनों में हमारे जीवन में प्रभु की आत्मा इच्छा करेगा। ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ചിലർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവ് പുതിയ നിയോഗങ്ങളെ, പുതിയ അസൈൻമെന്റുകളെ ഈ സീസണിൽ നിങ്ങളുടെ മേൽ തുറക്കുവാൻ ആഗ്രഹിക്കുക. और आज सवेरे यहाँ पर जो उपस्थित लोग हैं, यदि आप में से कई लोग प्रार्थना करने के लिए तैयार होते हैं, तो पवित्र आत्मा नए नए नियुक्तियों को, नए नए जिम्मेदारियों को आपके जीवन में देकर आपको नए कार्यों में लगाने के लिए प्रभु की आत्मा तैयार है। ചിലർ പറയുന്നു വാതിലുകൾ അടഞ്ഞിരിക്കുന്നു, ചിലർ പറയുന്നു പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ സജീവമാകുവാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഇതുവരെ കാണാത്തതുപോലെ ദൈവമഹത്വത്തെ, ദൈവത്തിന്റെ വാതിലുകളെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുൻപാകെ തുറക്കുന്ന മണിക്കൂറുകളാക്കി, സമയങ്ങളെ പരിശുദ്ധാത്മാവ് തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. कई लोग कहते हैं कि परिस्थितियां विपरीत हैं, द्वार बंद हो चुके हैं, लेकिन प्रभु के लोगों, यदि आप अपने प्रार्थना के कमरे में निरंतर प्रार्थना करने के लिए और प्रभु की आत्मा के अनुसार चलने के लिए अभी आप तैयार होते हैं, तो आपके लिए आमीन आने वाले समयों में परमेश्वर की आत्मा समय समय पर द्वार खोलकर आपके जीवन से परमेश्वर के कार्यों को प्रकट कराने का समय जो है वो निकट आ रहा है। നമ്മുടെ തിരഞ്ഞെടുപ്പിൽ നാം ശക്തരായി മാറുക. हमारे चुनाव में हम सामर्थी बन जाना है। നമ്മളെ തിരഞ്ഞെടുത്തത് ലോകത്തിലെ ഒരു മനുഷ്യനല്ല, ലോകത്തിലെ ഒരു ഒരു സാമ്രാജ്യമല്ല, ലോകത്തിലെ ഒരു ഹല്ലേലൂയ ഒരു വ്യക്തിയോ സാഹചര്യവുമല്ല. हमें चुनने वाला इस दुनिया का कोई शासन करने वाला नहीं है या कोई शासक नहीं है, परंतु हमें चुनने वाला कौन है इसके बारे में हमें जाना है। നമ്മെ തെരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്. ആ ദൈവം, ആ ദൈവിക പദ്ധതികളെ നമ്മിലൂടെ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം അത് നിറവേറ്റുന്ന സീസണാണ്. हमें चुनने वाला एक आमीन परमेश्वर स्वर्ग में है, और हमारे द्वारा आमीन एक एक के द्वारा परमेश्वर जो कार्यों को करना चाहता है, उसका एक समय जो है वो निकट आ रहा है। നാം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രാർത്ഥനാ മുറിയെ നാം സജീവമാക്കുക. और इस दिनों में प्रभु की आत्मा हमारे जीवन से ये इच्छा करता है कि हमारी प्रार्थना के कमरों को और हम तैयारी के साथ रखें। ഞാൻ കഴിഞ്ഞ മാസം കേരളത്തിലായിരുന്നപ്പോൾ തമിഴ്നാട്ടിലെ ജപമല എന്ന് പറഞ്ഞ പാസക്കെല്ലാം അറിയാം, ജപമലയിൽ പ്രയർ ടവറിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുവാനിടയായിത്തീർന്നു ചില ദിവസങ്ങൾ. और प्रभु के दास पिछले दिनों में जब केरल में गए हुए थे, तो वहां से पास जो है तमिलनाडु में जबमना नाम का एक जगह में एक प्रार्थना का एक गुम्मट है, वहां पर वे कुछ समय प्रार्थना के लिए समय बिताए थे। 500 ഏക്കർ സ്ഥലമാണ്. ഒരു മല മുഴുവൻ ദൈവം ഒരു വ്യക്തിക്ക് കൊടുത്ത, മോഹൻ സി ലാസറസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് കൊടുത്ത ഒരു ദർശനമാണ്. और एक 500 एकड़ एक जमीन में परमेश्वर के दास पास्टर मोहन सी लाजर को प्रभु ने दिया हुआ एक दर्शन था कि इस प्रकार का एक प्रार्थना का एक जगत को तैयार करें.
അതിനകത്ത് പ്രാർത്ഥിക്കുന്ന പർവ്വതമുണ്ട്, മൗണ്ടൻ ഉണ്ട്, പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാക്കിയ ഗാർഡൻ ഉണ്ട്, പ്രാർത്ഥനയുടെ ഹട്ടുകളുണ്ട്. ഒരു പ്രാർത്ഥനയുടെ വലിയ अंतरीक्षമാണ് അതിനകത്ത്. और उसके अंदर प्रार्थना का कई पर्वतों को आप देखेंगे, प्रार्थना के कई ऐसे बगीचे को देखेंगे, का प्रार्थना के कई ऐसे आमीन कमरों को आप देख सकते हैं। पूर्ण रीति से एक प्रार्थना का एक माहौल उसके अंदर आप देख पाते हैं। മെഡിക്കൽ സയൻസ് കൈവിട്ട ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന്, രോഗത്തിൽ നിന്ന് ദൈവം തന്നെ വിടിവിച്ച് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ദൈവ മനുഷ്യൻ കർത്താവിലേക്ക് വരുന്നത്. और जब आमीन विज्ञान और आमीन जब दवाई करने वाले जो डॉक्टर्स हैं उनको उनके जीवन में आया हुआ जो बीमारी है उसमें से उन्होंने जब उनको आमीन उम्मीद छोड़ दिया, उस प्रकार से प्रभु ने छुटकारा देकर ये परमेश्वर के दास को प्रभु ने आमीन खड़ा किया है। അവർ ദൈവം തനിക്ക് കൊടുത്തൊരു അസൈൻമെന്റ് ഇതാണ്: പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു തലമുറയെ സജ്ജമാക്കുക. और परमेश्वर ने इस प्रभु के दास को दिया हुआ एक जिम्मेदारी ये था कि प्रार्थना के लिए एक पीढ़ी को इन दिनों में उन्हें तैयार करना है। ഞങ്ങൾ നൂറുകണക്ക് ആളുകളെ അവിടെ കാണുവാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഭാരതത്തിന്റെ പല സ്റ്റേറ്റിൽ നിന്നും പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവിടെ ഒരാഴ്ച, രണ്ടാഴ്ച, ഒരു മാസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവിടെ ചിലവഴിക്കുന്ന ഒത്തിരി പേരെ കാണുവാൻ കഴിഞ്ഞു. हमने सैकड़ों लोगों को वहां पर देखा, भारत के अलग अलग स्थानों से प्रार्थना के लिए 1 हफ्ता 2 हफ्ता के लिए सब प्रार्थना करने के लिए आए हुए आमीन बैठे हुए लोगों को वहां पर हम देख पाए। പക്ഷെ ദൈവം, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നമുക്ക് ദർശനം തരുന്ന ദൈവമാണ്. ദൈവം ദർശനത്തെ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. मैं आपको ये बात बताना चाहता हूं कि परमेश्वर हमें दर्शन देने वाला परमेश्वर है, तो दर्शन को पूरा करने वाला भी प्रभु है। वो ദൈവം ഈ ദൈവ മനുഷ്യന് ദർശനം കൊടുത്തു. ആ ദർശനം കൊടുക്കുമ്പോൾ തന്നെ തനിക്ക് ഒരു പ്രയർ ടവറും എല്ലാം താൻ ആയിരിക്കുന്ന ലോക്കൽ സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷെ ദൈവം ചെയ്തതെന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയിലൂടെ ഈ 500 ഏക്കർ, ഞാൻ കേട്ടത് പ്രകാരം ഒരു വ്യക്തിയിലൂടെ 500 ഏക്കർ ലാൻഡ് ഈ ഒരു കോസിന് വേണ്ടി, നിയോഗത്തിന് വേണ്ടി താൻ കൊടുക്കുവാനിടയായി തീർന്നു. परमेश्वर ने प्रभु के दास को जो दर्शन दिया था, वो जो स्थानीय आमीन क्षेत्र में जो प्रभु की सेवकाई कर रहे थे, वहां पे उनके पास एक आमीन प्रार्थना करने का एक जगह था। लेकिन प्रभु का दर्शन के अनुसार परमेश्वर ने जिस प्रकार से मैंने बातों को सुना है, एक व्यक्ति के द्वारा एक 500 एकड़ जमीन इस प्रार्थना के लिए प्रभु ने उनके लिए तैयार कर दिया। ഈ ദിനോं में हम प्रार्थना में प्रभु से ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ദൈവത്തിൽ നിന്ന് ഒരു ഫ്രഷ് ദർശനത്തെ നാം ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ അതിമഹത്വം നാം ഈ സീസണിൽ നാം കാണും. और इन दिनों में हम प्रार्थना के इस आमीन संबंध में एक नए दर्शन को प्रभु से प्राप्त करने के लिए हम तैयार होते हैं, तो परमेश्वर के इस महान सामर्थ्य कामों को हम अपने जीवन से हम देख पाएंगे। വിശേഷകർക്ക് ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, സഭ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഈ സീസണ് വേണ്ട ദൈവിക ജ്ഞാനത്തെ, ദൈവത്തിന്റെ പദ്ധതികളെ ദൈവം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് മുൻപാകെ ദൈവം നമുക്ക് വേണ്ടി തുറക്കും. और इन दिनों में विशेष करके बात को मैं बताता हूं कि कलीसिया विशेष आमीन इस परिस्थिति में जब प्रार्थना करते हैं तो कलीसिया को किस प्रकार से आगे बढ़ना है, उसी के बारे में विशेष दर्शनों को देखकर, विशेष नियुक्ति को देखकर प्रभु कलीसिया को इन दिनों में चलाएगा। ഞാൻ പ്രാർത്ഥന മൗണ്ടനിലായിരുന്നപ്പോൾ ഞാൻ കണ്ട ഒത്തിരി പാസ്റ്റേഴ്സ്, പലരും സീനിയർ ആയിട്ടുള്ള ദൈവദാസന്മാരുണ്ട്. പല വർഷങ്ങളായി നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നവരെ ഞാൻ കണ്ടു. പക്ഷെ അവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്: ഇനി ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞങ്ങളായിരിക്കുന്നു, ഞങ്ങളുടെ പരിചയം കൊണ്ടോ, ഞങ്ങളുടെ അറിവ് കൊണ്ടോ, ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഞങ്ങൾ ദൈവത്തിൽ നിന്ന് കേട്ടല്ലാതെ, ദൈവത്തിൽ നിന്ന് ഫ്രഷ് ആയി ചിലത് പ്രാപിച്ചല്ലാതെ ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. और मैं वहां पर कुछ दिनों में उस प्रार्थना के गुम्मट में जब रहा, तो वहां पर उत्तर भारत से भी कई आमीन वरिष्ठ प्रभु के दास लोगों को वहां पर प्रार्थना में देखा। उनसे जब बातें किए तो इस प्रकार से कह रहे थे कि आज हम जो परिस्थिति में है, हमारे पहचान से, हमारे अनुभव से हम कुछ भी नहीं कर पाते हैं, तो प्रभु से सुने बगैर, परमेश्वर से एक नए नियुक्ति को प्राप्त किए बगैर हम आगे नहीं बढ़ सकते हैं। इस प्रकार की बातों को वो बता रहे थे। ഇന്ന് പകൽ നാം തിരിച്ചറിയുക, ദൈവം അനുവദിക്കാതെ ഒന്നും നമ്മുടെ ലൈഫിൽ ഇല്ല. ദൈവം നമ്മെ അനുവദിക്കുന്നെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് നാം പ്രാർത്ഥനയുടെ മുറിയിൽ നാം സജീവമാകുക. और इन दिनों में सुबह के समय में मैं बात को जान रखना है कि परमेश्वर आग्रह किए बिना हमारे जीवन में कुछ भी नहीं होता है। और यदि प्रभु अनुमति देता है तो प्रार्थना के कमरे में हम अपनी प्रार्थना की तैयारियों को करते रहें।
പ്രാർത്ഥനാമുറിയിൽ സജീവമാകുന്ന ഡാനിയേൽ പരാജയപ്പെടത്തില്ല. और प्रार्थना के कमरे में जो तैयारी के साथ प्रार्थना करता है वो डैनियल जब भी कभी भी क्या पराजित नहीं होते हैं, और पराजित होने के लिए परमेश्वर कारणों को भी नहीं देता है। പല രാജാക്കന്മാരും തകർന്നുപോയി, ദൈവം അവരെ തകർത്ത് കളഞ്ഞു, അവരുടെ രാജ്യത്വങ്ങൾ നഷ്ടമായി പോയി. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഡാനിയേൽ നാം കാണുന്ന എപ്രകാരമാണെന്ന് അറിയാമോ? അവന്റെ മേലുള്ള ദൈവത്തിന്റെ എല്ലാ നിയോഗങ്ങളെയും പൂർത്തീകരിച്ച ശേഷം ദൈവം അവനോട് പറയുന്നു, നീ ഇപ്പോൾ പോയി വിശ്രമിക്കുക. और डैनियल के समय में हम देखते हैं कई राजा हैं जो है नष्ट हुए, उनके राज्य नष्ट हो गए, परंतु प्रार्थना करने वाला डैनियल के जीवन में हम देखते हैं कि उनके बीच में भी डैनियल परमेश्वर के कार्यों को करता रहा, और उसके माध्यम में प्रभु ने जब डैनियल के जीवन से अपना कार्य को पूरा किया तो प्रभु उससे कहता है, अब तू जा विश्राम कर ले। വിശ്വാസ് കരെ, ദൈവം അതാ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികളെ പൂർത്തീകരിച്ച ശേഷം ഹല്ലേലൂയ നാം നമ്മുടെ വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കും. हमें बात का विश्वास करना जरूरी है कि परमेश्वर हमारे जीवन में जो योजनाओं को रखा है उसको पूरा करने के बाद ही हम उस विश्राम स्थान में प्रवेश करने का अनुमति प्रभु देता है। ഈ സത്യത്തെ തിരിച്ചറിഞ്ഞ ദിവസങ്ങളിൽ നാം പ്രാർത്ഥനയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് നാം കയറുക. പ്രാർത്ഥന അന്തരീക്ഷങ്ങളെ മാറ്റും, പ്രാർത്ഥന രാജ്യങ്ങളെ മാറ്റും, പ്രാർത്ഥന അധികാരികളെ മാറ്റും. പ്രാർത്ഥന എല്ലാ സാഹചര്യങ്ങളിലും ജയാളിയായി നാം ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ നമുക്ക് കൃപ തരും, നമുക്ക് ശക്തി തരും. इन सच्चाइयों को याद करते हुए कि प्रार्थना हमारी परिस्थितियों को बदल देता है, प्रार्थना हमारे माहौल को बदल देता है, प्रार्थना अधिकारियों को और शासनों को बदल देता है। आमीन। और प्रार्थना से सब कुछ पूरा हो सकता है। इन बातों का विश्वास करते हुए हम आगे बढ़े। ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് പകലും നമ്മൾ കുറച്ച് സമയം നമ്മൾ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ. और मैं इच्छा करता हूं कि इस सुबह के समय में भी कुछ समय और प्रार्थना करने के लिए प्रभु की आत्मा हमें अनुग्रह देने पाए। പാസ്റ്റർ ജി തോംസൺ പാസ്റ്ററെ, നമുക്ക് എത്ര സമയം ഉണ്ട് പാസ്റ്ററെ? ആക്ച്വലി ഞങ്ങളുടെ ഇത് 8 o'clock വരെയാ. പാസ്റ്ററിന് ഇഷ്ടമുള്ള സമയം എടുക്കാം. ഓക്കെ പാസ്റ്റർ, പാസ്റ്റർ എനിക്കൊരു ഫ്രീഡം തരുവാണെങ്കിൽ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടി ഞാൻ മലയാളം ഹിന്ദിയും കൂടി ഞാൻ പറഞ്ഞോട്ടെ? ഓക്കെ കുറച്ചുകൂടി നമുക്കൊരു ഫ്ലോയിൽ പോകാൻ വേണ്ടി. ഇടയ്ക്ക് ഒന്ന് പ്രാർത്ഥിക്കാനും ഞാൻ അതായിരുന്നു. അപ്പൊ നമുക്ക് ഒരു ബ്രേക്ക് വരാതെ. ओके, थैंक यू पास्टर, थैंक यू, हालेलुया। मैं चाहता हूं हम सब लोग थोड़ा समय प्रार्थना करें।